ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന പുതിയൊരു വ്യൂ മീറ്റർ ആണ്. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു വ്യൂ മീറ്റർ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലും കൂടെ വന്നിട്ടുണ്ട്, ഡെനക്സ് ഓൺലൈൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു അപ്ഡേഷനും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റായ denexaudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിലുള്ള പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പുതിയ ചാനലിൽ ഇനി വരാൻ പോകുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൊടുക്കാൻ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരു മൾട്ടിപ്പിൾ കളർ വരുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിന്റെ വെളിയിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഏകദേശം ഇത്രയും ഹൈറ്റ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു ബോക്സിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് മൾട്ടി കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്ക്, ഔട്ട്ഡോർ, കാറില് എങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ കൂടെ ഇതുപോലെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് സെൻസിറ്റീവ് ലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അത് സൗണ്ട് നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് അതിന്റെ ചേഞ്ചസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത് ഓൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ നോക്കാം. അപ്പൊ ചെറിയൊരു സൈസാണ്. നമ്മൾ ഇത് ശരിക്കും ആംപ്ലിഫയറിന്റെ ഒക്കെ വെളിയിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ടേബിളിലൊക്കെ വെച്ച് ഇതുപോലെ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. അതിങ്ങനെ ഒരു പ്ലഗ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർ ബ്രൈറ്റ് നമുക്ക് കളറിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഇതിന്റെ സ്പീഡ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. താഴെയാണ് ഇതിന്റെ നമ്മൾ 5 വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. റീചാർജബിൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കിത് ചാർജ് ചെയ്ത് വെച്ചാൽ 5 വോൾട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു കേബിളും കൂടിയുണ്ട്. സി പോർട്ട് കേബിൾ ആണ്. അപ്പൊ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ചാർജർ വെച്ച് നമുക്കിത് വർക്ക് ചെയ്യുന്നതുള്ളൂ. സി പോർട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പവർ എന്ന ബട്ടണിൽ നമ്മൾ ഡീപ്പായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ രണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ 2 മോഡലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ആംപ്ലിഫയർ ഒക്കെ ചെയ്തതിന് ശേഷം അതിന്റെ മേളിൽ വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബോക്സിന്റെ ഒക്കെ മേളിൽ വെക്കുന്ന രീതിയിലോ നമുക്ക് എങ്ങനെയും ഇത് യൂസ് ചെയ്യാം. നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മൊബൈലിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് കാണുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് ഈ മോഡുകളൊന്ന് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ? ഇതിപ്പോ മൂവ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചാണ്. ഞാൻ മിണ്ടാതിരുന്നാ നോക്കിയോളൂ. സംഭാഷണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇത് അനങ്ങിയല്ല. നമ്മുടെ സംസാരിക്കുന്നതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇത് താഴവും പൊങ്ങും ചെയ്യുന്നത്. ഓക്കെ, അടുത്തതിന്റെ കളർ മോഡിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു മോഡ് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പിന്നെ അടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോ വേറെ ഒരു മോഡല്. ഗ്രീനിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കയറുന്ന പോലെ തോന്നുന്നുണ്ട്. അടുത്തൊരു പ്രസ് എന്നിവിടെ കൊടുത്താൽ ഇതൊരു വേറെ ഒരു സെറ്റപ്പ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു 16 കളറും 8 മോഡുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ മേളില് ഒരു മോഡിന്റെ സ്പീഡ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. സ്പീഡും കൂടി ഒന്ന് ഉണ്ടല്ലേ? സ്പീഡ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒഴുകി പോകുന്ന വേറെ ഒരു കണ്ടില്ല. ഇതിന്റെ അകത്ത് സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നോക്കാം. ഉണ്ടല്ലേ? കുറച്ചുകൂടെ ഫാസ്റ്റായി. നമ്മളിങ്ങനെ സംസാരിക്കുന്ന അനുസരിച്ച് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കേബിളോ കാര്യങ്ങളോ ഒന്നും വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിന്റെ മുകളിലേക്ക് വെച്ച്
യൂസ് ചെയ്യുന്നതുള്ളൂ. എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ബാറ്ററി ഇതിനകത്ത് ഓപ്ഷണൽ ഉണ്ട്, അതായത് ഇതിന്റെ അകത്ത് ഇൻബിൽറ്റ് ബാറ്ററി വരുന്ന ടൈപ്പും ഉണ്ട്, ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളിൽ പരിചയപ്പെടുന്നത് ഇൻബിൽറ്റ് ബാറ്ററി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചാർജ് കൊടുത്താൽ അത് റീചാർജബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ചിലതിൽ ഇതില്ലാതെ കേബിൾ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ടൈപ്പാണ് ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ ചോദിച്ചതിന് മേടിക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്തായാലും ബാറ്ററി ഉള്ള ടൈപ്പുകളാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കാം. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ പുതിയ ചാനലായ ഡെനക്സ് ഓൺലൈനിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടോ അല്ലെങ്കിൽ എത്ര സ്റ്റോക്കുകൾ ഉണ്ട് എന്നതിനൊക്കെയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇനി ഡെനക്സ് ഓൺലൈൻ എന്ന് പറഞ്ഞ ചാനലിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കുറെ പുതിയ ജി സ്റ്റാറിന്റെയും പല കമ്പനിയുടെ ആയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അതിന്റെ ഒക്കെ വീഡിയോ ഓരോന്നായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കാം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.